ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയുള്ള കൊഴുക്കട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാനിക്ക് ഒരു ശർക്കര ഞാൻ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കരയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓണാക്കി നമ്മൾ ശർക്കരയൊക്കെ ആ വെള്ളത്തിൽ നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ, ശർക്കരൻ്റെ കട്ടകളൊന്നുമില്ലാതെ നമുക്കൊന്ന് നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയം നമുക്കിതൊന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പാനിക്ക് തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ശർക്കരപ്പാനിയിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ തേങ്ങയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അതൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നമ്മൾ ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു പാനിക്ക് ആ 1.5 കപ്പ് നമ്മൾ അരിപ്പൊടി എടുത്ത ആ അളവിന് തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളച്ച വെള്ളം നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂണ് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. നെയ്യായിരിക്കും ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ചെറു ചൂടിൽ തന്നെ കുഴച്ചെടുത്താലാണ് നമുക്ക് കൊഴുക്കട്ടക്ക് ഒന്ന് സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെറിയ ചൂടിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കണ സമയത്ത് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊക്കെ കുറച്ചെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അധികം വലിപ്പത്തിലുള്ളതും ആക്കേണ്ട, അധികം ചെറുതും ആക്കേണ്ട, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കാം നമുക്ക് എല്ലാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ തള്ളവിരൽ വെച്ചിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് വെച്ച് കൊടുക്കാനുള്ള പാകത്തിന് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ശർക്കരൻ്റെയും തേങ്ങൻ്റെയും ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കുക. അധികം ഒന്നും വെച്ച് കൊടുക്കണ്ട, കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2 ഭാഗം കൂട്ടിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ റൗണ്ടാക്കി എടുക്കാം. റൗണ്ടാക്കി എടുത്തിട്ട് ഒന്നുകൂടി കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. അതേപോലെ നമുക്ക് എല്ലാതും അതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ്ങിന് തേങ്ങക്ക് പകരമാണെങ്കിൽ നമുക്ക് അവിലെടുക്കാം. അവിലും ശർക്കരയും ഫില്ലിങ് ആക്കിയിട്ടും വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ആവിക്കാണ് വേവിക്കുന്നത്. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലിൻ്റെ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഓട്ടപാത്രത്തിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കുമ്പോൾ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉരുളകളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ വന്നതിന് ശേഷം മാത്രം അടച്ച് വെക്കുക.
ഒരു 8-10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മളെ മാവൊക്കെ നന്നായി വെന്ത് കിട്ടണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി. അപ്പോൾ അതാ നമ്മൾ അടിപൊളി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.